കഴിഞ്ഞ ദിവസം സാറേയും കൊണ്ട് ഞങ്ങൾ ആറ്റിൽ പോയായിരുന്നു. പക്ഷെ അവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം സാറേ കാണാൻ വേണ്ടി അവിടെ ഒരു ഗസ്റ്റ് വന്നായിരുന്നു. ഏകദേശം 13 ഡേയ്സിന് മുമ്പായിരുന്നു ആദ്യമായി സാറ ബെല്ലെ കണ്ടത്. അന്ന് തീരെ പൊടിയായോണ്ട് സാറയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് സാറ ബെല്ലെ മീറ്റ് ചെയ്യുന്നത്. ഓ ഞാനൊരു നരൻ. ചരിഞ്ഞു പോകാനുള്ള അല്ലല്ല വന്നു. അവൻ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഗൈസ് എന്തൊക്കെയാന്ന് പറഞ്ഞാല് പക്ഷെ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല ബെല്ല വരുന്ന കാര്യം. നിന്റെ തന്ത കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ. നിങ്ങൾ കാലി പറ്റിക്കാൻ പറ്റിച്ച എന്നാലും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ് ബെല്ല വന്നെങ്കിലും പക്ഷെ അവൾക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ട്. പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? തന്നെ ഇറങ്ങത്തില്ല, അവൾ ആദ്യം ഇറക്കണം. ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല ഇറങ്ങാൻ തോന്നില്ലടാ അവള്. നീ അതിനെ അവിടെ വിടറ, അത് കണ്ടിട്ടാണ് അവള് വരുന്നത്. ഇല്ലടാ അവള് അടുത്ത് വന്നാലേ വരുന്നത്. അവളെ എങ്ങ് വിട്ടാ, അവള് നീന്തി വരുമല്ലോ ഇവളുടെ അടുത്തോട്ട്. ഇങ്ങോട്ട് നോക്കാം, കണ്ടു നാച്ചുറൽ ആണ്. അങ്ങനെ ഏറ്റവും അവസാനം സാറ തന്നെ വരണ്ട വന്നു ബെല്ലെ ഇറക്കാനായി. ഇവിടെ വരുന്ന സ്രാങ്ക് നീ ഒന്ന് മാറടാ. ഇതിന് അവിടെ സൈഡിൽ നടുക്കുപോയിരിക്കും. കിട്ടുന്നുണ്ടോ? നിന്റെ ചരുവ കിട്ടുന്നുണ്ട് ചേട്ടാ. അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ഹേ വ്ളോഗർ, സാറാ ബാ ബാ. അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിനെന്തോടാ മീനെ പിടിക്കാന്നോടാ? അങ്ങോട്ട് കുരുങ്ങു മീനെ. കല്ല്
ഓ ഒരു ബ്ലൂപ്പറിനുള്ള സാധനമല്ലേ ഞാൻ കാണുന്നത്. ഓ ജസ്റ്റ് മിസ്. കൗതുക ലേശം കൂടുതലാണ്. താഴെ വീഴും. നീ നിന്നെ നന്നായിട്ട് പിടിക്കടാ. ജടാഘടാഘ സംഭ്രമ ഭ്രമന്നിലും എന്തൊക്കെ പറഞ്ഞാലും ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു സാറയും ബെല്ലയോടെ ഞങ്ങൾക്ക് തന്നത്. സത്യം പറഞ്ഞാൽ ഈ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവരോട് ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ ആ ഒഴുക്കിൽ ഇങ്ങനെ പെതുക്കെ പോകും.